കുഞ്ഞാപ്പി നാളെ നമുക്ക് കുത്തി വെക്കാൻ പോവാം. 5 വയസ്സിന്റെ കുത്തിവെപ്പ്. അതിനെ ഒരെണ്ണം കുത്തി വെച്ചാൽ മതിയോ? 5 വയസ്സിന്റെ കുത്തിവെപ്പ് ഒരെണ്ണേ ഉള്ളൂ. നേരെ നിൽക്ക്, തല ഇറങ്ങും. എത്ര എണ്ണം? 2 എണ്ണം. കൊച്ചു 2 കുത്തു കൊള്ളുവോ? ഇഷ്ടമാണോ കുത്തി വെക്കണേ? കരയോ? അങ്ങനെ കരയോ? വഴക്കുണ്ടാക്കുവോ? വഴക്കുണ്ടാക്കൂലേ? അപ്പം നമുക്ക് കുത്താൻ പോയാലോ നാളെ? ഇപ്പൊ കുത്തണോ? എന്നാ സൂചിയൊക്കെ എടുത്തോ പപ്പേ. ഇവിടെ ഒരാൾ വാല് തല്ലി പൊട്ടിക്കും. അപ്പൊ എനിക്ക് 5 വയസ്സിൽ കുത്തിവെക്കാൻ പോട്ടോ. നമ്മുടെ നഴ്സറിയിലാന്ന് പറ. അങ്ങോട്ട് പോവാം. അവിടെ കുറെ തിരക്കാട്ടാക്കാരുണ്ട്. നമുക്ക് അവിടെ കുഞ്ഞാപ്പിനെ കൊണ്ട് പിന്നെ ചേച്ചിമാരും പിന്നെ കിച്ചനും പിന്നെ കിച്ചപ്പൻ്റെ ചേച്ചിയും അല്ല അമ്മയും. ഹായ്. അപ്പം ഇന്ന് കുഞ്ഞാപ്പിക്ക് 5 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കുഞ്ഞാപ്പിക്ക് മാത്രമല്ല എനിക്കും ഉണ്ട് TT എടുക്കണം. അപ്പോൾ ഞങ്ങളിന്ന് നമുക്ക് വേറെ എവിടെയും പോകണ്ട, നമ്മുടെ അംഗനവാടിയിൽ തന്നെ വരും കേട്ടോ. ഹെൽത്തിലെ ഡോക്ടേഴ്സൊക്കെ അവിടെ ഇന്ന് വരും. കെട്ടം കയറാൻ പറ്റത്തില്ല, അപ്പായും കൊച്ചും വരുന്നുണ്ട് പുറകെ. അപ്പോൾ നമുക്ക് കുത്തിവെക്കാൻ പോവാം. രാവിലെ എന്നാന്നറിയത്തില്ല, രാവിലെ എന്നിട്ടല്ല ചായ കുടിച്ചോണ്ട് പാല് കുടിച്ചത് ഇങ്ങനെ ഛർദ്ദിച്ചു പോകും. ഭയങ്കര സന്തോഷത്തിലൊക്കെയാ പോകുന്നേ. എങ്ങനെയാവും ദൈവം തമ്മിലാണ് അറിയാം. എന്തോ വാവൊക്കെ മാറിയോ? അമ്മയുടെ ചീത്ത. അമ്മയുടെ ചീത്ത. ഇപ്പോൾ വരും. ഇന്നില്ല, ഞാൻ ഉടനെ ഓടിച്ചാടിയാ നടക്കണം. ഇച്ചിരി എൻ്റെ എങ്ങനെയാവും? 5 വയസ്സിൽ എത്ര കുത്ത് വേണം കുഞ്ഞാപ്പിക്ക്? ഒരെണ്ണം കുത്തിയാൽ അവിടെ എവിടെയാണോ കുത്ത് വെക്കുന്നത്? അവിടെ 2 കുഞ്ഞാപ്പിയുടെ വിചാരം 5 വയസ്സിൻ്റെ കുത്തിവെപ്പ് 5 എണ്ണം ഉണ്ടെന്നാണ് കേട്ടോ. 5 വയസ്സിൻ്റെ കുത്തിവെപ്പ് എടുക്കാൻ പോകാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാപ്പി പറഞ്ഞു എനിക്ക് 5 കുത്തിവെപ്പ് വേണ്ട, 1 എണ്ണം മതി. പിന്നെ അത് 2ആയി. അതും കയ്യിലൊക്കെ ആട്ടോ കുത്തിവെക്കാനായിട്ടൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആള്. പേടിച്ച് മടി കയറിയോ? അതുകൊണ്ട് കുഞ്ഞാപ്പിനെ സ്കൂളിൽ വിട്ടില്ല കേട്ടോ. കുഞ്ഞാപ്പിക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ വന്നല്ലോ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ടൊക്കെ ആളുകൾ. അപ്പോൾ പിന്നെ നമ്മൾ
ദൂരേക്കൊന്നും പോവാൻ വേണ്ട. അപ്പം ഇന്ന് പപ്പേനെ ഞാൻ വിട്ടില്ല കേട്ടോ, ഒന്ന് പണിയുണ്ടായിരുന്നു, പക്ഷെ പോയില്ല. എങ്ങനെയാവും എന്താവും, കുഞ്ഞാപ്പി കരയുമോ, ഞാൻ രണ്ടുപേരെയും കൂടി എങ്ങനെ മാനേജ് ചെയ്യും, അതുകൊണ്ട് ഞാൻ ഇന്ന് വിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മണിക്കുട്ടന് വൈറ്റമിനെ കൊടുക്കേണ്ട സമയമായെന്ന് പറഞ്ഞത് കേട്ടോ, അറിഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ ഇന്നെന്നാ അവനും കൂടി ഈ കൂട്ടത്തിൽ ഞങ്ങൾ എടുക്കുവാണ്. അഞ്ച് വയസ്സിൻ്റെ നേരെ നിൽക്കടാ കുഞ്ഞാപ്പി, നേരെ കഴുത്ത് പൊക്കി വെച്ചു. 17 കിലോ ഇവിടെ, 17 കിലോ. അവൻ്റെ നോക്കുക, കൊച്ചിൻ്റെ വെയിറ്റ് നോക്കണ്ട, 15 കിലോ ഉണ്ട്. 15 കിലോ 14. എനിക്കിപ്പോൾ 6 മാസമായിട്ടോ, ഇപ്പോഴാണ് എൻ്റെ ടി ടി എടുക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് ടി ടി എടുക്കുമെന്ന് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒന്നും ഡോക്ടർമാരാണെങ്കിൽ ടി ടി എടുക്കുന്നതിനെ കുറിച്ചിട്ടൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഹെൽത്തിൽ നിന്ന് ഇവിടെ ഈ നേഴ്സറിയിലെ ഇടയ്ക്ക് എപ്പോഴും എല്ലാ മാസവും ചെക്കപ്പ് ഉണ്ട് കേട്ടോ. ഇതുകൂടാതെ തന്നെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും BP നോക്കാനും HB ഒക്കെ നോക്കാനായിട്ടുള്ള വേറൊരു ടെസ്റ്റും കൂടി നമ്മുടെ ഈ അംഗനവാടി തന്നെ എല്ലാ മാസവും വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവരെന്നോട് ചോദിച്ചു, നിങ്ങൾ ടി ടി എടുത്തിട്ടുണ്ടോ, ടി ടി എടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്കിനാണ് ഞാൻ പറഞ്ഞത്, എന്നോട് ഇങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഡോക്ടർ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ ചെല്ലുമ്പോൾ ഡോക്ടറോട് അങ്ങോട്ട് ചോദിക്കണം, ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ ചോദിക്കണം, ടി ടി എടുക്കേണ്ടതൊക്കെ സമയം കഴിഞ്ഞു, എടുക്കേണ്ടതാണല്ലോ എന്നിങ്ങനെ പറഞ്ഞ്. അങ്ങനെയാണ് ഞാൻ പോയി ഈ പ്രാവശ്യം ചെന്നപ്പോഴത്തേക്കിനും ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത്. ഡോക്ടറിനോട് ഇങ്ങോട്ട് ചോദിച്ചില്ല. ഞാൻ ചോദിക്കുമായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട് പോകാറായപ്പോഴും ചോദിച്ചില്ലല്ലോ എന്ന് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പം പറഞ്ഞു എടുത്തോളാം. അതുവരെ അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞില്ല കേട്ടോ. 3 കുഞ്ഞുങ്ങളുടെ അമ്മയായതുകൊണ്ടായിരിക്കും. ഇപ്പം 3ാമത്തെ അല്ലേ, അതുകൊണ്ട് ആരും അങ്ങനെ അധികം ശ്രദ്ധിക്കുന്നില്ല. എന്താണേലും ഗവൺമെൻറ് ഹോസ്പിറ്റലാണെന്നും പിന്നെ എന്താണ് എന്തെങ്കിലും കുഞ്ഞാപ്പിന് കുത്തിവയ്പ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി. അത് ഞാൻ ക്യാമറ ഓൺ ആക്കിയില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ആ കുഞ്ഞാപ്പിനെ കുത്തിവെക്കുന്ന വീഡിയോ ഒക്കെ എൻ്റെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. അല്ല, ഞാൻ എടുത്തായിരുന്നു പക്ഷെ കണ്ടില്ല. മിക്കവാറും ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടാവില്ല. കുത്തിവെച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞാപ്പിക്ക് നല്ല കരച്ചിലും വിഷമമായി പോയി കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ കുത്തിവെപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. കുത്തിവെപ്പ് കഴിഞ്ഞെങ്കിലും കുറച്ച് സമയം അവിടെ ഇരിക്കണം, 1/2 മണിക്കൂറോളം ഇരിക്കണം. അവൾ നല്ല കരച്ചിലാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മണിക്കൂട്ടിന് വൈറ്റമിനെ കൊടുക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ അവൻ്റെ കാർഡ് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. കുഞ്ഞാപ്പി കരച്ചിൽ മാറിയില്ലേടാ, വേദന മാറിയില്ലേ? വാവ് മാറിക്കോളും. വേണ്ട, ഇന്ന് അപ്പൂസിൻ്റെ കൂടെ കളിക്കാൻ പോകാനുള്ളതല്ലേ. ഇപ്പോഴേ കരഞ്ഞിട്ടിരുന്നോ? അപ്പ എന്നെ പറഞ്ഞ കൊച്ചിനോട് പാർക്കിൽ കൊണ്ടുപോകുന്നോ? പാർക്കിൽ കൊണ്ടുപോകുന്നെങ്ങാണ്ട് പറഞ്ഞല്ലോ. ഊർന്നിറങ്ങണ്ടേ? കള്ളക്കരച്ചിലാ, ഇത് കള്ളക്കരച്ചിലാ. കാണുമ്പോൾ തന്നെ അറിയാം. അമ്മ ക്യാമറ ഓണാക്കിയപ്പോഴത്തേക്കിനുള്ള വെറും അഭിനയം അല്ലേ. എല്ലാം പോയി. രാവിലെ മണിക്കൂറിനൊരു ഛർദിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാലൊക്കെ കുടിച്ചതിൻ്റെ ആയിരിക്കും. ഞങ്ങൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല, എടുത്തോളാൻ പറഞ്ഞു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, അത് കഴിഞ്ഞ് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ എന്നൊക്കെ ചോദിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എടുത്തോളാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മണിക്കുട്ടന് അപ്പോൾ മറ്റേ
വൈറ്റമിൻ കൊടുക്കുവാണ്. അപ്പോൾ കുത്തിവെപ്പൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞാപ്പി ഒന്ന് പതുക്കെ നടന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ആദ്യ സമയങ്ങളൊന്നും ഒരു കുഴപ്പമില്ല. കുത്തിവെപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ ഓടുമായിരുന്നു. ഏത് കാലിലാണ് കുത്തി വെച്ചതെന്ന് പോലും അവൾക്ക് അറിയത്തില്ലായിരുന്നു. കാരണം 2 കാലും കൊണ്ടും തൊങ്കിയാണ് നടന്നത്. വലത്തെ കാലാണ് കേട്ടോ ആൾ തൊങ്കി നടക്കുന്നത്. ഏത് കാലാന്ന് അറിയത്തില്ല ആൾക്കാർക്ക്. കുത്തിവെപ്പിന് നല്ല വേദന ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നടത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ കുഞ്ഞിന് നടത്തിക്കണം, ഇടയ്ക്ക് പനി ഉണ്ടാവും സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മരുന്നൊക്കെ തന്നിട്ടാണ് വിട്ടത്. ആൾ ഇപ്പോൾ ഓടി നടക്കുവാണ് കേട്ടോ. രാത്രിയായപ്പോഴത്തേക്കിനും ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഉറക്കിയിട്ടില്ല, നടന്നാണ് ആൾ ഇപ്പോൾ വീട്ടിലോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പായുടെ കയ്യും പിടിച്ച് നടക്കുവാണ്. പിന്നെ ഇപ്പം എങ്ങനെയുണ്ട്? അയ്യേ, അപ്പം അപ്പൂസൊക്കെ ചുമ്മാ അടവായിരുന്നല്ലേ? അപ്പൂസിനൊന്നും അനങ്ങാൻ പോലും പറ്റിയില്ലായിരുന്നു. കുഞ്ഞാപ്പി ഓടുക. പിന്നെ കൂടി വരുവാണോ വേദന? നേരെ കിടത്തിക്കോ പപ്പ കൊച്ചിനെ. പപ്പ കൊച്ചിന് നേരെ എന്നതിനുവാ നമ്പർ തന്നെയാണ്. അതും വേണോ? എല്ലാം ഒറ്റയടിക്ക് തിന്ന് തീർക്കാനാണ് പരിപാടി. വൈകുന്നേരം ആയപ്പോൾ ആൾക്ക് നിൽക്കാൻ പോലും പറ്റാത്തത്ര വേദനയായിരുന്നു കേട്ടോ. ഉടുപ്പ് ഊരാൻ എന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല. ഉടുപ്പ് ഊരാൻ അവൾക്ക് വേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ തൊടിയിക്കുക പോലുമില്ല. പിന്നെ അവൾ തന്നെത്താനെയാണ് കട്ടിലേന്ന് പതുക്കെ എഴുന്നേക്കുന്നത്. ഇനി അപ്പായും അമ്മയും കൂടി പിടിക്കുവാണെങ്കിൽ ഞാൻ നടക്കാം എന്നും പറഞ്ഞുകൊണ്ട് നടക്കാനായിട്ട് തുടങ്ങുന്ന സീനാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ കട്ടിലേന്ന് തന്നെത്താനെ എഴുന്നേറ്റ് കാല് പതുക്കെ വലിച്ച് കട്ടിലിൻ്റെ വെളിയിലേക്ക് ഇട്ടിട്ട് നടക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ അപ്പായും അമ്മയും കൂടി പിടിച്ച് നടത്തിക്കുവാണ് കേട്ടോ. അവൾക്ക് നല്ല വേദനയുണ്ട്. അത് കഴിഞ്ഞ് കുഞ്ഞാപ്പി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ട് നോക്കൂ കേട്ടോ. കയ്യെ കുത്തി വെച്ചാ മതിയായിരുന്നോ? അമ്മേനെ അത് മതിയായിരുന്നോ? എന്നാ ഇനിയിപ്പൊ കയ്യെ കുത്തിയേക്കാം നാളെ. ആ മതിയോ? കൊച്ചിന്റെ കാലിൽ ഇനി കുത്തണ്ട. കയ്യെ കാലേന്ന് മാറ്റി കയ്യിലോട്ട് കുത്താൻ പറയട്ടെ. ഓക്കെ. അയ്യോ കറണ്ട് പോയി. അപ്പ അമ്മേൻ്റെ കാലെ കുത്തി വെച്ചില്ലേ? അമ്മക്ക് കയ്യിലാ കുത്തി വെച്ച. അമ്മയുടെ കയ്യിലാ കുത്തി വെച്ച. കയ്യെ കുത്തി വെച്ചാൽ മതിയായിരുന്നോ? ഡോക്ടറോട് പറയണ്ടായിരുന്നു. അമ്മ അന്നേരം ഓർത്തില്ലല്ലോ. ഇനിയിപ്പോൾ അമ്മ ഇനി കുത്തി വെക്കണം എന്നെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം അമ്മ പറയാം കേട്ടോ. സാരമില്ല, പറയാം.